ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിനയനോടുള്ള കണക്ക് തീർക്കാൻ വേണ്ടി മഹേഷ് എത്തുന്നു. അപ്പോൾ വിനയന് കണക്കിന് തന്നെ മഹേഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഹേഷിനെ തല്ലാൻ ഒരുപാട് ആൾക്കാർ വേണമായിരുന്നു വിനയനെങ്കിൽ വിനയനെ തല്ലാൻ ആരും വേണ്ട, മഹേഷ് മാത്രം മതി കേട്ടോ. വിനയനെ നല്ല രീതിയിൽ പഞ്ഞി കിട്ടുന്നുണ്ട്. അങ്ങനെ വലിച്ചു കീറി ഒട്ടിച്ച് വിടുക കേട്ടോ ചെയ്യുന്ന മഹേഷ്. ഇനി ഇതിൻ്റെ പേരിൽ പ്രതികാരം ചെയ്യാനെങ്ങാനും നീ വന്നു കഴിഞ്ഞാൽ നീ പിന്നെ ജീവനോടെ കാണത്തില്ല എന്നും മഹേഷ് വിനയനോട് പറയുന്നുണ്ട്. അങ്ങനെ വിനയന് കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയതെല്ലാം വാങ്ങിച്ച് കൂട്ടി വിനയെ നേരെ വീട്ടിലേക്ക് വച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഹരി പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് അച്ഛനെക്കുറിച്ച് അഭിമാനം തോന്നുന്നത്. അച്ഛനെ തല്ലിയിട്ട് അവൻ ഇനി സുഖമായിട്ടിരിക്കേണ്ട, ഇനി അല്ലെങ്കിൽ അവൻ എപ്പോഴും അച്ഛനെ തല്ലാനൊരു തരമായിരിക്കും. ആ തരമാണ് നമ്മളിപ്പോൾ ഇല്ലാതാക്കിയത്. ഇനി എന്തായാലും അവനൊരു പേടി കാണുമെന്നും അവൻ പോലീസിലൊന്നും പരാതി പറയാൻ പോകുന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ആൾ കൊള്ളാമല്ലോടാ, ഇങ്ങനൊരു മകനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ മഹേഷ് പറയുന്നു. ഇവിടെ പ്രതിഭ ആകെ സങ്കടപ്പെട്ടിരിക്കട്ടോ സീന. അപ്പോഴേ പറഞ്ഞതാ ഈ വയ്യാവേലിക്കൊന്നും പോകണ്ടായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് പ്രതിഭ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീയല്ലേ പറഞ്ഞവൻ തല്ലാനും കൊല്ലാനും ഒന്നും വരില്ലെന്ന്, ഇപ്പം നിനക്ക് കണക്കിന് കിട്ടിയില്ലേടാ. ഓ, കിട്ടിയതൊക്കെ അവിടെ ഇരിക്കട്ടെ അമ്മേ, എന്തായാലും പറഞ്ഞിട്ട് എന്താ കാര്യം, അവൻ തല്ലുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവന് ഭാര്യയും കുടുംബവും ആയപ്പോൾ അവൻ അടങ്ങിയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അവൻ തിരിച്ചു തല്ലാനായിട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് സംഭവിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ സോന പറഞ്ഞു, അപ്പോഴേ പറഞ്ഞതാണ് മഹേഷിനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടി കിട്ടുമെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, നിൻ്റെ കരുന്നാ കടി എൻ്റെ മോന് തല്ല് മേടിച്ച് കൊടുത്തതിന് പ്രതി വന്നു, ഇപ്പം എനിക്കായോ കുറ്റമെന്ന് സോന ചോദിക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് ഇവിടെ ക്യാപ്റ്റൻ ആണെങ്കിൽ മല്ലികാമ്മയെ പറഞ്ഞു വിടുന്ന തീരുമാനത്തിൽ നിന്ന് പിന്തിരിക്കുന്നുണ്ട്. ശങ്കർദാസ് പറയുന്നുണ്ട് ഇത് ലാസ്റ്റ് അവസരമാണെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ശങ്കു ചെന്ന് മല്ലികാമ്മയോടും ചിത്തിരയോടും പറയുന്നുണ്ട്, ഇപ്രാവശ്യത്തേക്കും കൂടെ ഞാൻ ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവാതെ നിങ്ങൾ നോക്കണം, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്തിര പറയുന്നുണ്ട്, അച്ഛമ്മ ഇനി സൂക്ഷിക്കണം, അവരുടെ സ്വഭാവം അറിയാമല്ലോ, അവർക്ക് ഭ്രാന്താണ്, അവർ എന്തെങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞൂടാ, നമ്മൾ വേണം ശ്രദ്ധിക്കാനായിട്ട് എന്നിങ്ങനെ മല്ലികാമ്മയും പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ചിത്തിരയ്ക്ക് ലാപ്ടോപ്പ് സമ്മാനമായിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുന്ന ചിത്തിരയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഒരു ലാപ്ടോപ്പൊക്കെ വേണമെന്ന് ചിത്തിരയും ആഗ്രഹിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനും നോക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ചിത്തിരയ്ക്ക് ആ ലാപ്ടോപ്പ് കിട്ടുമ്പോൾ ആദ്യം തന്നെ മല്ലികാമ്മയുടെ അടുക്കലേക്ക് ഓടുക കേട്ടോ ചെയ്യുന്നത്, കാണിക്കുന്നതിന് വേണ്ടി. അങ്ങനെ മല്ലികാമ്മയെ കൊണ്ടുവന്ന് ഇത് കാണിക്കുന്നുണ്ട്. മല്ലികാമ്മ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിനക്ക് സന്തോഷമായില്ലേ, നിനക്ക് ഉപകാരപ്പെടുന്നതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. പിന്നീട് ക്യാപ്റ്റൻ വരുമ്പോൾ ആ കാഴ്ച കണ്ട് ക്യാപ്റ്റൻ അങ്ങ് ഞെട്ടുക കേട്ടോ ചെയ്യുന്നത്. ഇവളെന്തിനാണ് ഇതൊക്കെ കൊണ്ടുപോയി ഇവരെ കാണിക്കുന്നതെന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നു. കാരണം സെർവൻ്റ് സ്ഥാനത്ത് നിന്നാൽ മതി, വീട്ടുകാരി ആവേണ്ട ആവശ്യമില്ലല്ലോ. ഇവക്ക് എന്തിനാണ് ഇത്രയ്ക്ക് സ്നേഹം, ഇവരോട് തോന്നാനുള്ള കാരണം എന്താണെന്നൊക്കെ ക്യാപ്റ്റൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ക്യാപ്റ്റൻ വന്ന് മല്ലികാമ്മയോടും ചിത്തിരയോടും പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. നീ എന്തിനാണ് ഇതൊക്കെ ഇവരെ കൊണ്ട് കാണിക്കുന്നത്, ഇവർ ഇവിടുത്തെ സെർവൻ്റാണ്, ഓർഡർലി മാത്രമാണ്, ഇവരെ ഇതൊന്നും കൊണ്ട് കാണിച്ച് അഭിപ്രായം ചോദിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നും ഒക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. നിനക്കെന്താണ് ഇത്രയ്ക്ക് സ്നേഹം ഇവരോട് തോന്നാനായിട്ട്, ഇവർ വന്നിട്ട് ആ കൂടെ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, നിന്റെ പെരുമാറ്റം കണ്ടാൽ തോന്നുന്നു നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ശങ്കർദാസ് നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്റ്റൻ്റെ ഈ പെരുമാറ്റം ആർക്കും അങ്ങോട്ട് പിടിക്കുന്ന രീതിയിലല്ല കേട്ടോ. ഇങ്ങനെ നീ പെരുമാറാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഇവരെ ഞാൻ അധിക നാൾ ഇവിടെ വെച്ച് പൊറപ്പിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും ഇവരെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, മര്യാദയ്ക്ക് നീ അത് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് കലിതുള്ളൂ കേട്ടോ ക്യാപ്റ്റൻ ചെയ്യുന്നത്. പാവം ചിത്തിരയും മല്ലികാമ്മയും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. തൻ്റെ അച്ചമ്മയാണല്ലോ, അച്ചമ്മയുടെ കൊണ്ട് കാണിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള രീതിയിലാണ് ചിത്തിര ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. മല്ലികാമ്മയ്ക്കും ആകെ വിഷമമാവുന്നുണ്ട്. കാരണം ചിത്തിരയ്ക്ക് കിട്ടിയൊരു സമ്മാനം കണ്ണിനെ കൊണ്ടൊന്ന് കാണിച്ച് എന്ത് കുറ്റമാണ് ഇവർ കാണുന്നതെന്നുള്ള രീതിയിൽ വിഷമത്തോടു കൂടി നിൽക്കുന്നു. എനിക്ക് ചിത്തിരയുടെ മേലുള്ള അവകാശത്തിൽ 1% പോലും നിങ്ങൾക്കില്ലല്ലോ എന്ന് മല്ലികാമ്മ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നിയമപരമായിട്ടുള്ള രേഖകളില്ലാത്തതുകൊണ്ട് മാത്രമല്ല എല്ലാവരും തങ്ങളെ ഇങ്ങനെ ചവിട്ടി തേക്കുന്നതെന്നൊക്കെ മല്ലികാമ്മ ചിന്തിക്കുന്നു. പിന്നീടാണെങ്കിൽ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ ഇങ്ങനൊരായ ഇവിടെ വേണമെന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുമെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ടാന്ന് പറയുന്നു. അവസാനം മല്ലികാമ്മ പറയുന്നുണ്ട്, എന്തിനാണ് മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കാനും വാങ്ങാനും ഉള്ളതല്ലേ, അത് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്ന് ക്യാപ്റ്റന്റെ മുഖത്തടിച്ച് തന്നെ മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ക്യാപ്റ്റനും ഒന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. സഹിക്കുന്നതിന്റെ പരമാവധി സഹിച്ചതിന് ശേഷമാണ് മല്ലികാമ്മ പ്രതികരിക്കുക തന്നെ ചെയ്യുന്നത്.